ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റാണ് ഈ സാമ്പാർ കഴിക്കാനായിട്ട്. ഒരുപാട് പച്ചക്കറികളുടെ ഒന്നും ഒരാവശ്യമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് കുതിർത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പരിപ്പ് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം വേവിക്കാനായിട്ട് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ലൊരു എരിവുള്ളൊരു വലിയ പച്ചമുളകാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളിയുടെ അല്ലിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുക്കറിൻ്റെ അടപ്പിട്ട് അടച്ചു കൊടുത്തതിന് ശേഷം ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് അവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 വറ്റൽമുളക് നെടുകെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എരിവാണ് ഈ സാമ്പാറിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 സവാള മുറിച്ചതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് ഇതിന്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വേഗം തന്നെ ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളി ഞാനിവിടെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളവും കായപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന അത്രയും സാമ്പാർ പൊടി ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. 1 ടേബിൾ സ്പൂൺ മാത്രമാണ് ഇവിടെ സാമ്പാർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് വെള്ളം ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവാനായിട്ട് വെക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. ഇതിപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുക്കറിൽ വേവാനായിട്ട് വെച്ചിട്ടുള്ള പരിപ്പ് നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒരു കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള തോരപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തോരപ്പരിപ്പാണ് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഏകദേശം 1 കപ്പുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തമിഴ്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള കിള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇതിന് ഒരുപാട് പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല.
പിന്നെ വറ്റൽമുളകിൻ്റെ എരിവാണ് ഇതിൽ പ്രധാനമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. ഇത് നന്നായിട്ട് ഇപ്പം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പിൻ്റെ കുറവും കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഞാനിവിടെ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.